ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു അപ്ഡേറ്റ് ആണ് ഇന്നലെ IFT ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് മറ്റൊന്നുമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ ഉടമസ്ഥരായ മാഗ്നം സ്പോർട്സ് ഇപ്പോൾ ക്ലബിനെ വിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാലമായി ഇത്തരത്തിലുള്ള റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ക്ലബിനെ വിൽക്കില്ല എന്ന നിലപാടായിരുന്നു മാഗ്നം സ്പോർട്സ് സ്വീകരിച്ചിരുന്നത്. എന്നാൽ നിലവിൽ ബ്ലാസ്റ്റേഴ്സിനെ കൈയൊഴിയാൻ മാഗ്നം സ്പോർട്സ് തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് IFT ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഈ സീസണിലെ ഓപ്പറേഷനുകൾ ഇതുവരെ ബ്ലാസ്റ്റേഴ്സ് ആരംഭിച്ചിട്ടില്ല, നീക്കങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല, പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനുമായി ഒരു അഗ്രിമെന്റ് സൈൻ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ നീക്കങ്ങൾ റീസ്റ്റാർട്ട് ചെയ്യുക എന്നാണ് IFT ന്യൂസ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ക്ലബിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജിക്ക് ഇപ്പോൾ പുതിയ ഒരു ജോലി കൂടി ലഭിച്ചിട്ടുണ്ട്. അതായത് പുതിയ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്തുക, അഥവാ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പുതിയ ഉടമസ്ഥരെ കണ്ടെത്തുക എന്ന ജോലിയാണ് മാഗ്നം സ്പോർട്സ് ഇപ്പോൾ അഭിക് ചാറ്റർജിയെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഈ ക്ലബിന്റെ 100% ഓഹരിയും വിൽക്കാൻ ഇപ്പോൾ മാഗ്നം സ്പോർട്സ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് അനുയോജ്യരായ പുതിയ ഇൻവെസ്റ്റേഴ്സിന് അഥവാ ഉടമസ്ഥരെ ലഭിച്ചു കഴിഞ്ഞാൽ ക്ലബിന്റെ മുഴുവൻ ഓഹരിയും കൈമാറാൻ നിലവിലെ ഉടമസ്ഥർ തയ്യാറാണ്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിനെ പൂർണ്ണമായും വിൽക്കാൻ ഇപ്പോൾ മാഗ്നം സ്പോർട്സ് തയ്യാറായി കഴിഞ്ഞു എന്നുള്ള ഒരു സുപ്രധാനമായ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തമാക്കാൻ വേണ്ടി ഏതൊക്കെ പാർട്ടികൾ രംഗത്ത് വരും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഏതായാലും മാഗ്നം സ്പോർട്സ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ കൈവിടാൻ തയ്യാറായി കഴിഞ്ഞു. അനുയോജ്യമായ ഉടമസ്ഥരെ ലഭിച്ചിട്ടില്ലെങ്കിൽ അഥവാ പുതിയ ഇൻവെസ്റ്റേഴ്സിനെ ലഭിച്ചിട്ടില്ലെങ്കിൽ മാഗ്നം സ്പോർട്സ് തന്നെയായിരിക്കും ഇത്തവണയും ബ്ലാസ്റ്റേഴ്സിന്റെ ഉടമസ്ഥർ. അല്ലാത്ത പക്ഷം അവർ 100% ഓഹരിയും വിൽക്കാൻ ഒരുക്കമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഏതൊക്കെ പാർട്ടികൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി രംഗത്ത് വരും എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.